SIT സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ മാവൂർ പോലീസിന്റെ പിടിയിലായ പ്രതിയുടെ വീട്ടിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെത്തി. മറ്റു രണ്ട് പ്രതികളായ ആഡ് ഷമീർ, വിഷ്ണു സൽമാൻ എന്നിവരെ പാലക്കാട് ഒറ്റപ്പാലം പോലീസിന് കൈമാറി. മാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഡേവിഡ്, കാർമൽ അലക്സ്, ജാസ്മോൻ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മാവൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ പാലക്കാട് SIT സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതിയായ ജാസ്മോന്റെ മാവൂർ കുതിരാടത്തുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് മാരക ആയുധങ്ങൾ കണ്ടെടുത്തത്. 2 വടിവാളുകളും നഞ്ചക്കുമാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത്. പിടിച്ചെടുത്ത ആയുധങ്ങൾ മാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലായ മറ്റ് 2 പ്രതികളായ ആഡ് ഷമീർ, വിഷ്ണു സൽമാൻ എന്നിവരെ പാലക്കാട് ഒറ്റപ്പാലം പോലീസിന് കൈമാറി. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലാണ് ഇരുവരെയും ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. മാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഡേവിഡ്, കാർമൽ അലക്സ്, ജാസ്മോൻ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 2 പ്രതികളെയും പാലക്കാട്ടെ കോടതിയിലും ഹാജരാക്കി. SIT സംഘത്തെ ആക്രമിച്ച കേസിൽ 4 പ്രതികളെയും മാവൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടികൾ സ്വീകരിക്കും. 4 പേർക്കുമെതിരെ ആയുധം കൈവശം വെക്കൽ, പോലീസിനെ ആക്രമിക്കൽ, സ്ഫോടക വസ്തു കൈവശം വെക്കൽ, വധശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിനിടയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഓടി രക്ഷപ്പെട്ട പൂവാട്ടുപറമ്പ് സ്വദേശിയായ മറ്റൊരു പ്രതിയെ പിടികൂടുന്നതിന് മാവൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലെ പ്രധാന പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ നീലേശ്വരം സ്വദേശി മുഹമ്മദ് ഷമീർ എന്ന ആഡ് ഷമീറിനെ പിടികൂടാൻ അന്വേഷണം നടത്തുകയായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇതിനിടെയാണ് പ്രതികൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പറിനെ കുറിച്ച് വിവരം ലഭിച്ചത്. പിന്നീട് പ്രതികൾ കോഴിക്കോട് ഉണ്ടെന്ന സൂചനയെ തുടർന്നാണ് അന്വേഷണ സംഘം പെരുവയലിലെത്തിയത്. പ്രതികൾ താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാണ് ഇന്നലെ കൊടശ്ശേരി താഴത്തെ സ്വകാര്യ വില്ലയിലെത്തി പ്രതികളെ പിടികൂടാനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തിയത്. ഇതിനിടെയാണ് അന്വേഷണ സംഘത്തിന് നേരെ സ്ഫോടക വസ്തു എറിയുകയും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. പോലീസും പ്രതികളും ഏറ്റുമുട്ടിയതോടെ അന്തരീക്ഷം യുദ്ധക്കളമായി മാറുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.